ഏവർക്കും പ്രദർശനത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്മയെ അറിയാൻ എന്ന ലളിതാ സഹസ്രനാമം പരമ്പരയിലെ 8ഉം 9ഉം നാമങ്ങളാണ് കാണാൻ പോകുന്നത്. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ഗം ഗണപതിയേ നമ, ഓം ശ്രീ മഹാദേവിയേ നമ. ആദ്യമായിട്ട് 8ാമത്തെ നാമം രാഗസ്വരൂപ പാഷാഢ്യ. രാഗസ്വരൂപ പാഷാഢ്യ. എന്താണ് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥങ്ങളെന്ന് നമുക്ക് നോക്കാം. രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശകൾ, ആഗ്രഹങ്ങൾ, നമ്മൾ പറയാറുണ്ടല്ലോ വിഷ്, ഡിസയർസ് എന്നൊക്കെ പറയണതാണ് ആ രാഗം. ആ രാഗത്തിൻ്റെ സ്വരൂപമായ, സ്വരൂപം എന്ന് പറഞ്ഞാൽ സ്ഥൂലരൂപം അല്ലെങ്കിൽ അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറയാം, അതായിട്ടിരിക്കുന്ന പാശം കൊണ്ട് രാഗസ്വരൂപ പാഷാഢ്യ. ആ പാശം അഥവാ കയറ് കയ്യിൽ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ആഢ്യയായിട്ടിരിക്കുന്നത്, ആഢ്യയായിട്ടിരിക്കുക എന്ന് വെച്ചാൽ പ്രശസ്തിയായിട്ടിരിക്കുന്നവളാണ് ആ ഭഗവതി എന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദേവിയുടെ രൂപം ഉയർന്നു വന്നതിൽ ചതുർബാഹു സമന്വിത എന്ന നാമത്തിലാണ് നമ്മൾ കണ്ടു നിർത്തിയത്. ആദ്യമായിട്ട് ആ ദേവന്മാർക്ക് കാണാൻ സാധിച്ചെടുത്ത് ദേവിയുടെ 4 കൈകളായിരുന്നു. ആ കൈകളിലെ ഓരോ ആയുധത്തെ പറ്റിയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ രാഗത്തിൻ്റെ സ്വരൂപമായ ആ കയറ് അഥവാ പാശം ധരിച്ച് ആഢ്യയായിട്ടിരിക്കുന്നവളാണ് ആ ഭഗവതി. അപ്പോൾ എന്താണ് ഈ രാഗം എന്ന് ചോദിച്ചാൽ, ജീവികളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു വികാരമാണ് രാഗം. പ്രപഞ്ചത്തിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് അത്യാവശ്യം വേണ്ടുന്ന ഒരു വികാരമാണ് രാഗമെന്ന് പറയുന്നത്. കാരണം ഈ രാഗമില്ലെങ്കിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സ്നേഹം ഇല്ലായ്ക വരിക, അതുപോലെ ദമ്പതികൾ തമ്മിലുള്ള ആ ബന്ധം ആ രാഗമില്ലാതെയാകുക, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പം ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തണമെങ്കിൽ പ്രപഞ്ചത്തിലെ ഏതോ ഒരു ജീവിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഏതൊരു ക്രൂരമൃഗങ്ങളാണെങ്കിൽ പോലും അവരിൽ ഈ രാഗം എന്നുള്ളൊരു വികാരം അവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രപഞ്ചത്തിലേക്ക് ജീവാത്മാക്കളെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വികാരം കൂടിയാണ് ആ രാഗം. അപ്പോൾ രാഗം വേണം ആ പ്രപഞ്ചം താളം തെറ്റാത്ത രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ. അങ്ങനെയുള്ള ആ രാഗത്തെ ആയുധമാക്കി കയ്യിൽ ധരിച്ചിരിക്കുന്നവളാണ്, പിടിച്ചിരിക്കുന്നവളാണ് അമ്മ. അപ്പോൾ ഏതൊരാളും ഒരായുധത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മാസ്റ്റർക്ക് മാത്രമാണ് അത് കയ്യിൽ ധരിച്ചിട്ട് ആഢ്യയായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ തോക്കൊക്കെ ഉപയോഗിക്കാൻ അറിയാത്ത ആളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാക്കും. പക്ഷെ വ്യക്തമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കയ്യിൽ അത് നല്ല രീതിയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ രാഗമെന്ന ആയുധം അത് അമ്മ കയ്യിൽ ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ദേവിയെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ആ ഭക്തന്മാരുടെ ധർമ്മവിരുദ്ധമല്ലാത്തതായിട്ടുള്ള രാഗങ്ങൾ അഥവാ ആശകളെ അമ്മ നടത്തി കൊടുക്കുകയും അവസാനം അവരെ മോക്ഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതാണ് ലളിതാ പരമേശ്വരി. അപ്പോൾ ശ്രീസുന്ദരി സേവന തൽപരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥയേവ എന്നാണ് നമ്മൾ പറയാറല്ലേ. അപ്പോൾ ആ ഭോഗവും മോക്ഷവും ഒരേപോലെ ലഭിക്കാൻ സാധിക്കുന്നതാണ് ദേവിയുടെ ആരാധന. അത് പ്രകാരമാണ് എല്ലാ രീതിയിലുള്ള ആഗ്രഹങ്ങളും ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ആഗ്രഹാദികൾ അവൾ നിറവേറ്റും. അവസാനം നമ്മളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട എന്നുള്ളൊരു ഭാവത്തിലേക്ക് നമ്മൾ എത്തും. ലാസ്റ്റ് പടി ആ മോക്ഷത്തിലേക്കും അവൾ നമ്മളെ നയിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ദേവി ആരാധനയിലേക്ക് തിരിയാതെ ധർമ്മത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ അവൾ അതേ പാശം തന്നെ വെച്ച് കെട്ടി ആ മായാബോധത്തിലേക്ക് കുടുക്കിക്കൊണ്ട് ആ പ്രപഞ്ചത്തിലേക്ക് തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കും. ആ സംസാര ചക്രത്തിലിട്ടിങ്ങനെ അവരെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 2 രീതിയിലും ആ പാശത്തിന് അവിടെ എന്ത് ചെയ്യാം, പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പം അങ്ങനെയുള്ള ആ പാശം ധരിച്ചവളാണ് ഭഗവതി. ഇനി ഇതിൻ്റെ വേറൊരു അർത്ഥതലം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ രാഗം എന്ന് പറഞ്ഞാൽ ഈ രാഗം, കാമം, മോഹം, ക്രോധം ഇതെല്ലാം രജോഗുണാണ്. രജോഗുണങ്ങളിൽ പെടുന്നതാണ് ഈ രാഗമെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ആ രജോഗുണം, ഇപ്പം രാഗസ്വരൂപം, ആ രാഗത്തിൻ്റെ ആ രജോഗുണത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള പാശത്താൽ അന്വിതനായിരിക്കുന്ന ആര്? ബ്രഹ്മാവ്. ആരാണ് രജോഗുണം കൂടിയിരിക്കുന്ന ആള്? അപ്പോൾ നമുക്കറിയാം, സൃഷ്ടിസ്ഥിതികാര സംഹാരാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ബ്രഹ്മം തന്നെയാണ് പല രൂപത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ആ സത്വഗുണ അധികരിച്ചിരിക്കുന്ന മായയില്, ആ സത്വഗുണ പ്രധാനിയായിരിക്കുന്ന ആ മായയില് രജോഗുണം കൂടുന്ന അവസ്ഥ വിശേഷം വരുമ്പോൾ, സത്വത്തിൽ സത്വം വരുന്ന സമയത്ത് വിഷ്ണുവായിട്ടും ആ സത്വത്തിൽ രജോഗുണം അധികരിക്കുന്ന സമയത്ത് അവിടെ പ്രതിഫലനം ചെയ്തിരിക്കുന്ന രൂപം എന്ന് പറയുന്നത് അവിടെ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിനെയാണ് രജോഗുണ പ്രധാനിയായിട്ട് പറയണത്. അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ രൂപത്തിലിരിക്കുന്നതും ആര് തന്നെയാണ് എന്നാണ് പറയുന്നത്? ഭഗവതി തന്നെയാണ്. അപ്പോൾ അങ്ങനെയും അവിടെ ഒരു അർത്ഥം പറയാൻ സാധിക്കും. ഇനി ഈ രാഗത്തിന് ഇച്ഛാശക്തി എന്നെടുക്കുകയാണെങ്കിൽ, കാരണം എന്ത് കാര്യങ്ങൾക്കും ആദ്യം ഒരു ആഗ്രഹം വേണം. ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഒരു കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ, അല്ലേ? ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ മുളപൊട്ടണം. അപ്പോൾ ആ രാഗത്തിന് ഇച്ഛാശക്തിയായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇച്ഛാശക്തിയുടെ പ്രതീകമായിട്ടുള്ള പാശം ധരിച്ചിരിക്കുന്നവളായിട്ടിരിക്കുന്നതും അമ്മ തന്നെയാണ്. അങ്ങനെ 3 രീതിയിലുള്ള അർത്ഥങ്ങളായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു. ആ രാഗസ്വരൂപമായിട്ടുള്ള, പ്രാണികളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള രാഗത്തെ ആയുധമാക്കി ധരിച്ചിരിക്കുന്നവളാണ്. പിന്നെ രാഗം രജോഗുണമായിട്ടെടുത്താണെങ്കിൽ ആ രജോഗുണത്തിൻ്റെ സ്വരൂപമായ പാശത്താൽ സമന്വിതനായിരിക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ രൂപത്തിലിരിക്കുന്നവൾ എന്ത് പ്രവൃത്തി ചെയ്യാൻ? സൃഷ്ടിപ്രവൃത്തി ചെയ്യാൻ വേണ്ടി. ആ രാഗം ഉണ്ടെങ്കിലാണ് സൃഷ്ടിപ്രക്രിയ നടക്കുള്ളൂ, അല്ലേ? അങ്ങനെ ഇരിക്കുന്ന ഭാവത്തിലിരിക്കുന്നതും അമ്മയാണ്. അടുത്തത്, അപ്പോൾ നമ്മൾ കണ്ടു ഇച്ഛാശക്തിയായിട്ടിരിക്കുന്നതും. ഇച്ഛാശക്തി എന്ന് പറയുന്ന ആ പാശം കയ്യിൽ ധരിച്ചിരിക്കുന്നതും അമ്മയാണ് എന്ന് പറയാം. അതാണ് 8ാമത്തെ നാമത്തിൻ്റെ അർത്ഥതലങ്ങൾ. ഇനി 9ാമത്തെ നാമമാണ്, അടുത്ത ആയുധത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. ഇപ്പോൾ 9ാമത്തെ നാമം ക്രോധാകാരാങ്കുശോജ്വല. ക്രോധത്തിൻ്റെ ആകാരമായിരിക്കുന്ന എന്ത്? അങ്കുശം. ക്രോധാകാരാങ്കുശോജ്വല. അങ്കുശം കയ്യിൽ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഉജ്ജ്വലയായിട്ടിരിക്കുന്നവളാണ് അമ്മ. അപ്പോൾ പ്രാണികളെ തമ്മിൽ അടുപ്പിക്കുന്നതായിട്ടുള്ള മനോവികാരം രാഗമാണെങ്കിൽ, അവരെ തമ്മിൽ അകറ്റുന്ന വികാരമാണ് ക്രോധം. ആ ക്രോധത്തെ എന്താക്കി? ആയുധമായ അങ്കുശം. അങ്കുശം എന്ന് പറയണത് തോട്ടി. പ്രത്യേകിച്ചും അങ്കുശം എന്ന് പറഞ്ഞാൽ ആനകളെ നിയന്ത്രിക്കാൻ അറ്റത്തൊരു വളഞ്ഞ ഒരു കൊളുത്തൊക്കെയുള്ള ഒരു തോട്ടി, അതിനെയാണ് അങ്കുശം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അങ്കുശം എന്ന ആയുധം കയ്യിൽ ധരിച്ചിരിക്കുന്നതും അമ്മയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രോധം ആകാരമായ അങ്കുശം കൊണ്ട് ദേവി എന്താ ചെയ്യുന്നത്? ആ അങ്കുശം കൊണ്ട് ഒരു ഉപാസകൻ ഉപാസനയുടെ വഴിയിൽ അവന് ഉണ്ടാകുന്നതായിട്ടുള്ള പലതരത്തിലുള്ള കടമ്പകൾ ഉണ്ടാകും. ഈ പറയുന്നതായിട്ടുള്ള അഷ്ടവൈരികൾ, കാമക്രോധ മോഹ ലോഭ മത മത്സര്യാദികൾ, ഇതെല്ലാം വരുന്ന സമയത്ത് അതിൽ നിന്നുമെല്ലാം ആ ഉപാസകനെ രക്ഷിച്ചിട്ട് കൊണ്ടുപോകാൻ ഈ ദേവിക്ക് സാധിക്കും. എപ്രകാരമാണെന്ന് വെച്ചാൽ, ഒരു എത്ര മതം പൊട്ടിയ ആനയും ഒരു തോട്ടിയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അതേപോലെ അവനിലുള്ള തമോ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഈ ദേവിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അർഹിക്കുന്നവന് അവൻ്റെ മുമ്പിലുള്ള ഈ തടസ്സങ്ങളെ ദേവി നീക്കിക്കൊണ്ട് അവനെ മോക്ഷത്തിലേക്ക് നയിക്കും. എല്ലാം നൽകിക്കൊണ്ട് തന്നെ മോക്ഷത്തിലേക്ക് അവളെ നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഈ ക്രോധത്തിന് ജ്ഞാനം എന്നുള്ളൊരു അർത്ഥം പറയാറുണ്ട്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന അങ്കുശം കയ്യിൽ ധരിച്ചതാണ്. അപ്പോൾ ക്രോധമെന്നുള്ള വികാരത്തെ മറികടക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനലബ്ധി വേണം. ആ ജ്ഞാനത്തിലൂടെ മാത്രമാണ് ക്രോധം, ആ വികാരത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അപ്പോൾ ആ ജ്ഞാനശക്തി ആയിട്ടുള്ള ആയുധവും ദേവി കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ
ക്രോധവും ജ്ഞാനവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അത് നമ്മൾ കോറിലേറ്റ് ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും രൗദ്രകരമായിട്ടുള്ള ഒരു അവതാരം നരഹരി, നരസിംഹരൂപം. ആ നരസിംഹരൂപത്തെ പറ്റി, ഭഗവാനെ പറ്റി മേൽപ്പത്തൂര് തൻ്റെ 21ാമത്തെ ദശകത്തിൽ പറയുന്നുണ്ട്. അത് ജംബുദ്വീപാദികളിൽ ഭഗവത് പൂജ, അതാണ് 21ാമത്തെ ദശകം. അതിൽ പറയുന്നുണ്ട്, ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ, ഭവന്തം എന്നാണ് പറയണത്. 3ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യ പുരുഷൈ പരിഷേവ്യമാണം ഉത്തുംഗ ശാന്ത ധവളാകൃതി മേഘശുദ്ധ ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. അപ്പോൾ ഏറ്റവും രൗദ്രമായിട്ടിരിക്കുന്ന ആ ഭാവത്തിൽ നിന്നും ആ ശുദ്ധ അദ്വൈത ജ്ഞാനം പ്രദാനം ചെയ്യുന്ന നരസിംഹമൂർത്തിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് പറയണത്. അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി സങ്കല്പം, സതീദേവിയുടെ വിയോഗത്തെ തുടർന്ന് അത്യധികം കോപാവിഷ്ടനായിരിക്കുന്ന ശിവനിൽ നിന്നും ആ ധ്യാനത്തിലേക്ക് പോകുന്ന ഭാവം ദക്ഷിണദിക്കിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് ചിന്മുദ്ര പിടിച്ചിട്ട് മൗനത്തിലൂടെ ആ ജ്ഞാനം തൻ്റെ ശിഷ്യർക്ക് പകർന്നു നൽകിയ ആ ഭഗവാന്റെ ഭാവം. അപ്പോൾ ആ ക്രോധവും ജ്ഞാനവും തമ്മിലുള്ള ബന്ധം പറയാനാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ആ ജ്ഞാനശക്തിയായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ജ്ഞാനശക്തിയാകുന്ന അങ്കുശം കയ്യിൽ ധരിച്ചവളും ആ ഭഗവതി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യം കോറിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ, ഗീതയിലും നമ്മൾ കണ്ടിട്ടുണ്ട്, രാഗം മോഹം അധികരിച്ച് വരുമ്പോഴാണ്, നമ്മൾ ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോൾ, കിട്ടാതെ വരുമ്പോൾ അത് ക്രോധമായിട്ട് പരിണമിക്കും. ആ ക്രോധം പിന്നീട് മനുഷ്യനെ ബുദ്ധിനാശം ഉണ്ടാക്കുകയും ആ ബുദ്ധിനാശം എല്ലാം അവസാനം നമ്മളുടെ പതനത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും. അപ്പോൾ തൻ്റെ ഭക്തന്മാരെ അതിലേക്ക് പോവാതെ രക്ഷിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള എല്ലാവിധ ആയുധങ്ങളും ദേവിയുടെ കൈകളിൽ ഉണ്ട്. അപ്പോൾ അവളെ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്കും ഇതെല്ലാം മറികടന്നിട്ട് നമുക്ക് ആ അവസാന നിലയിലായിട്ടുള്ള ആ മോക്ഷത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഏവർക്കും നന്ദി, നമസ്കാരം.